നമ്മളിന്ന് അടുത്ത പാർട്ട് ഫോർത്ത് മോഡ്യൂളിലെ അടുത്ത പാർട്ടായ സ്ട്രക്ചർ യൂണിയൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്. ഈ സ്ട്രക്ചർ യൂണിയൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറേ എന്താണ്? അറേ എന്ന് പറയുന്നത് ഞാൻ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 10 ഇൻറ്റിജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 10 ഇൻറ്റിജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. വി ക്യാൻ സ്റ്റോർ 10 ഇൻറ്റിജർ നമ്പേഴ്സ് ഇൻ എ അല്ലേ? എല്ലാം പക്ഷേ ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ സെയിം ടൈപ്പുള്ള ഡേറ്റ മാത്രമേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ 10 എണ്ണത്തിനകത്ത് 10 നമ്പേഴ്സിനകത്ത് എനിക്ക് 3 എണ്ണം ഫ്ലോട്ടും 2 എണ്ണം ഇൻറ്റിജറും അങ്ങനെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഇല്ല. എനിക്ക് എക്കകത്ത് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ? 10 നമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 10 നമ്പേഴ്സും സെയിം ടൈപ്പിലുള്ള ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ അല്ലാതെ ഒരു വേരിയബിളിൻ്റെ അകത്ത് പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു നീഡ് വന്നപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ സ്ട്രക്ചർ വി ക്യാൻ സ്റ്റോർ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ടുഗദർ. സോ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ആളുടെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ എംപ്ലോയി എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പേര് കാണും. അപ്പോൾ അതൊരു ക്യാരക്ടർ അറേയാണ്. അയാൾക്ക് ഒരു എംപ്ലോയി ഐ ഡി കാണും. മേ ബി അതൊരു ഇൻറ്റിജർ ഡേറ്റ ആയിരിക്കും. ഇനി അയാൾക്ക് സാലറി ഉണ്ട്. സാലറി എന്ന് പറയുന്ന ഒരു ഡബിൾ ഡേറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ട് ഡേറ്റ ആയിരിക്കും. അയാൾക്ക് HRA കാണും, അയാളുടെ അഡ്രസ്സ് കാണും. ഇതെല്ലാം ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആണ്. ഈ ഡേറ്റ ടൈപ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഒരു വേരിയബിളിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെയാണ്, അങ്ങനത്തെ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആദ്യം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡാണ്. സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡാണ്. ദെൻ നമുക്ക് സ്ട്രക്ചറിന് കൊടുക്കാനുള്ളൊരു പേര് എഴുതുക. അതിനെ സ്ട്രക്ചർ നെയിം എന്ന് വിളിക്കും. സ്ട്രക്ചർ നെയിം. എന്നിട്ട് ഓപ്പണിംഗ് ബ്രേസസിൻ്റെ അകത്ത് കമ്പോണൻസ് പറയുക. ലിസ്റ്റ് ഓഫ് കമ്പോണൻസ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് കമ്പോണൻസ് നമ്മൾ എങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഡേറ്റ ടൈപ്പ് പറയും, ദെൻ അതിൻ്റെ വേരിയബിൾ നെയിം പറയും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ആദ്യം ഡേറ്റ ടൈപ്പ് പറയും, പിന്നെ അതിൻ്റെ വേരിയബിൾ നെയിം പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ഒരു കേർലി ബ്രേസസ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒരു സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ്? സ്ട്രക്റ്റ് പേഴ്സൺ. സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? പേഴ്സൺ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഈ സ്ട്രക്ചർ നെയിം എന്ന് പറയുന്നത് വിച്ച് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ വേരിയബിൾ നെയിം. ആ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് 3 കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, പിന്നെ അണ്ടർസ്കോർ. സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ആയിരിക്കണം, ഓർ അണ്ടർസ്കോർ ആയിരിക്കണം, ദെൻ ഫോളോഡ് ബൈ ലെറ്റേഴ്സ്, അണ്ടർസ്കോർ ഓർ ഡിജിറ്റ്സ്. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ നെയിം എഴുതേണ്ടത്. ഇനി അതിൻ്റെ കമ്പോണൻസ്. ഇനി ഈ പേഴ്സൻ്റെ അകത്ത് 2 കമ്പോണൻസ് ആണ് എനിക്കുള്ളത്. ഒന്ന് അയാളുടെ പേര്, സോ ക്യാരക്ടർ നെയിം. ദെൻ അയാളുടെ ഏജ്, സോ ഇൻറ്റ് ഏജ്. അങ്ങനെ 2 പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ 2 കമ്പോണൻസ് ആണ് ഞാൻ അയാൾക്ക് പറയാം. ഇനി അതിൻ്റെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ഒരു സെമിക്കോളൻ ആണ്. ശരി, അപ്പോൾ പേഴ്സൺ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി എനിക്കൊരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ സ്ട്രക്ചർ എഴുതണമെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന് 2 പാർട്ടുണ്ട്. ഒന്ന് റിയൽ പാർട്ടും ഉണ്ട്, ഒന്ന് ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പോൾ ആ കമ്പോണൻസ് ഇപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം, റിയലും ഇമാജിനറിയും.
സോ സ്ട്രക്ചർ ഞാൻ എഴുതുകയാണ്. സ്ട്രക്റ്റ് അതിൻ്റെ ഞാൻ വിളിക്കുന്ന കോംപ്ലക്സ്, സ്ട്രക്റ്റ് കോംപ്ലക്സ്. പിന്നെ അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ഇൻറ്റ് റിയലും ഉണ്ട്, ഇൻറ്റ് ഇമാജിനറിയും ഉണ്ട്. അപ്പോൾ 2 പാർട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം സെമിക്കോളൻ. ഇതിനെ സ്ട്രക്ചർ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ, സ്ട്രക്ചർ ഡിക്ലറേഷൻ എന്ന് വിളിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെഫിനേഷനും പറയുന്നുണ്ട്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി ഒരു സ്ട്രക്ചർ വേരിയബിൾ ഉണ്ടാക്കണം. അതായത് ഇതൊരു സ്ട്രക്ചർ മാത്രമായിട്ടുള്ളൂ, അതിന് ഒരു വേരിയബിൾ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ സ്ട്രക്റ്റ് പേഴ്സൻ്റെ വേരിയബിൾ എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ട്രക്റ്റ് പേഴ്സൺ P1, അതായത് P1 എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ ആണ്, സ്ട്രക്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് ഒരെണ്ണം കൂടെ ചെയ്യാൻ പറ്റും, P2. അങ്ങനെ കോമയിട്ട് നമ്മൾ ഇൻറ്റ് A, B, C എഴുതുന്ന പോലെ P1 എന്ന, അല്ലെങ്കിൽ അതിനകത്ത് ഇൻറ്റ് A, B എന്ന് പറയുമ്പോൾ എയുടെ ടൈപ്പ് എന്തായിരുന്നു? ഇൻറ്റിജർ ആയിരുന്നു. പക്ഷേ ഇവിടെ P1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രക്റ്റ് പേഴ്സൺ ആണ് അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സിൻ്റെ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും? സ്ട്രക്റ്റ് കോംപ്ലക്സ് C1, C2 എന്നൊക്കെ പറയുന്നതാണ് സ്ട്രക്ചർ വേരിയബിൾ. അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ സ്ട്രക്ചറിൻ്റെ പേര്, ആ സ്ട്രക്ചറിൻ്റെ പേര് എഴുതുക, പിന്നെ വേരിയബിൾ നെയിം, സ്ട്രക്ചർ വേരിയബിൾ നെയിം പറയുക. ഓക്കെ, ഇതിനെ സ്ട്രക്ചർ വേരിയബിൾ നെയിം എന്നാണ് വിളിക്കുന്നത്, സ്ട്രക്ചർ വേരിയബിൾസ്. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ വേരിയബിൾസ് എന്തൊക്കെയാണ്? C1 C2. ഇനി P1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രക്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അതിനകത്ത് 2 പ്രോപ്പർട്ടിയിലെ നെയിമും ഏജും അതെങ്ങനെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? അതായത് P1 എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ നെയിം എങ്ങനെ കിട്ടും? P1 ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ മതി. P1 ഡോട്ട് നെയിം എന്ന് പറയുന്നത് മീനിങ് എന്താണ്? P1ൻ്റെ നെയിം എന്താണ്? അപ്പോൾ P1ൻ്റെ ഏജ് എങ്ങനെ കിട്ടും? P1 ഡോട്ട് ഏജ്. ഇനി C1 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ കിട്ടും? C1 ഡോട്ട് റിയൽ, C1 ഡോട്ട് ഇമാജിനറി. ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രക്ചർ കമ്പോണൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഹൗ എ സ്ട്രക്ചർ കമ്പോണൻറ്റ് ആർ ആക്സസ്ഡ്. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ കമ്പോണൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു, ഒരു സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് പഠിച്ചു, ഒരു സ്ട്രക്ചർ കമ്പോണൻസിനെ എങ്ങനെ ഒരു സ്ട്രക്ചർ വേരിയബിൾ കൊണ്ട് ആക്സസ് ചെയ്യാനും പഠിച്ചു. അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു പ്രോഗ്രാം എഴുതണം. കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഗ്രാം എഴുതണം. 2 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് C1 ആൻഡ് C2 ആഡ് ചെയ്യണം. എന്നിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം? C3യിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതണം. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് C1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ C2 ആയിട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് C3 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ സ്ട്രക്ചർ നമുക്കൊന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാം. സ്ട്രക്റ്റ് കോംപ്ലക്സ്. അതിനകത്ത് എത്ര കാര്യങ്ങളാണ് ഉള്ളത്? എത്ര കമ്പോണൻസ് ആണ് ഉള്ളത്? 2 കമ്പോണൻസ്. എന്തൊക്കെയാണ്? ഇൻറ്റ് റിയൽ സെമിക്കോളൻ, ഇൻറ്റ് ഇമാജിനറി. അപ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ കഴിഞ്ഞു? ഇല്ല, ഒരെണ്ണം കൂടെയാണ് സെമിക്കോളൻ. ഇനി ഇൻക്ലൂഡ് stdio.h. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഓയിഡ് മെയിൻ എഴുതി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കോംപ്ലക്സ് നമ്പർ വാങ്ങിക്കണം. അപ്പോൾ എത്ര? 2 അല്ല, 3 വേണ്ടേ? C1 C2 ആഡ് ചെയ്യാൻ 2 വേണം, സ്റ്റോർ ചെയ്യാൻ 1 കൂടെ വേണം. അപ്പം 3 കോംപ്ലക്സ് നമ്പേഴ്സിനെ വാങ്ങിക്കണം. അപ്പോൾ C1 C2 സ്ട്രക്റ്റ് കോംപ്ലക്സ് C1 C2 C3. അപ്പോൾ 3 കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഞാൻ എടുത്തു. എന്നിട്ട് യൂസറിൻ്റെ നിന്ന് enter the value of
റിയൽ പാർട്ട് ഓഫ് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ. റിയൽ പാർട്ട് എനിക്ക് മേടിക്കണം. റിയൽ പാർട്ട് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? C1 എന്ന് പറയുന്നതിലെ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ C1 ഡോട്ട് റിയൽ. അപ്പോൾ ഇതാണ് എനിക്ക് റീഡ് ചെയ്ത് വായിക്കേണ്ടത്. അപ്പോൾ അത് ഇൻറ്റിജർ അല്ലേ, സോ ആംപർസെൻഡ് ഇടണം. സോ റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? സ്കാൻഎഫ് %d ആംപർസെൻഡ് C1. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പറിൻ്റെ റിയൽ പാർട്ട് മേടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് വാങ്ങിക്കണം. ഇമാജിനറി പാർട്ട് നമുക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? C1 ഡോട്ട് ഇമാജിനറി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ സ്റ്റെപ്പിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് മേടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് വാങ്ങിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്പറല്ലേ മേടിച്ചോളൂ, രണ്ടാമത്തെ നമ്പറും കൂടെ മേടിക്കണം. അപ്പോൾ സെക്കൻഡ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടും സെക്കൻഡ് നമ്പറിൻ്റെ കോംപ്ലക്സ് പാർട്ടും ഞാൻ മേടിക്കാൻ പോവാണ്. C2. എങ്ങനെ ആക്സസ് ചെയ്യും? C2 ഡോട്ട് റിയലും C2 ഡോട്ട് ഇമാജിനറി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? രണ്ടിൻ്റെയും ഇമാജിനറി പാർട്ടും കോംപ്ലക്സ് പാർട്ടും കിട്ടി. ഇനി C3യുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? C1ൻ്റെ റിയൽ പാർട്ട് പ്ലസ് C2ൻ്റെ റിയൽ പാർട്ട് അല്ലേ? ശരി. ഇനി C3യുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? C1ൻ്റെ ഇമാജിനറി പാർട്ട് പ്ലസ് C2ൻ്റെ ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? സിയുടെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിച്ചു, ഞാൻ റിയൽ പാർട്ടും കണ്ടുപിടിച്ചു. ഇനി അത് പ്രിന്റ് ചെയ്തിപ്പിച്ചാൽ പോരെ. സോ പ്രിന്റ് എഫ് എങ്ങനെയാണ് സാധാരണ? ആദ്യം റിസൾട്ട് ഈക്വൽ ടു, ആദ്യം ഞാൻ ഇമാജിനറി പാർട്ട് ചെയ്യും, നമ്മൾ പിന്നെ പ്ലസ് സൈൻ വരും. കോംപ്ലക്സ് സൈൻ എഴുതുന്ന A+BI എന്നല്ലേ പറഞ്ഞ ഫോം, A+BI എന്നാണ് ഫോം. അപ്പോൾ ആദ്യം റിയൽ പാർട്ട് പ്രിന്റ് ചെയ്തു, ദെൻ ഒരു പ്ലസ് ഇട്ടു, എന്നിട്ട് ഞാനാണെങ്കിൽ ഇമാജിനറി പാർട്ട് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഒരു ഐ ഇല്ലേ, അതിനുശേഷം ഞാനൊരു ഐ ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് %d എന്താണ്? റിയൽ പാർട്ടാണ്. സോ C3 ഡോട്ട് റിയൽ. സെക്കൻഡ് %d എന്തിനാണ്? C3 ഡോട്ട് ഇമാജിനറി പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കാം സ്ട്രക്ചർ വേരിയബിൾസ്. അപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, അതിനകത്ത് രണ്ട് പാർട്ടാണ് ഉള്ളത്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. ഇതെങ്ങനെയാണ് സ്ട്രക്ചർ? ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതാണ്. C1 C2 C3 ചെയ്തു. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു C1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വാങ്ങിച്ചു. രണ്ടാമത് C2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും മേടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? C3 റിയൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? C1 ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് നമ്പറിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ റിയൽ നമ്പർ കിട്ടും. ഇമാജിനറി പാർട്ട് കറസ്പോണ്ടിങ് റിയൽ ഇമാജിനറി പാർട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാനത് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. GCC hello.c ഞാൻ ചെയ്യാണ്. എറർ ഒന്നുമില്ല. സോ ഐ എം റണ്ണിങ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഫസ്റ്റ് എന്ത് ചോദിക്കുന്നു? ഫസ്റ്റ് നമ്പറിൻ്റെ റിയൽ പാർട്ട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ 10 എന്ന് എൻ്റർ ചെയ്തു. ഇമാജിനറി പാർട്ട് ഞാൻ 20 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. സെക്കൻഡ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 30 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. അടുത്തത് 40 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താണ്? റിയൽ പാർട്ട് 2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 40 കിട്ടും. ഇനി ഇമാജിനറി നമ്പർ 20 + 40 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 40 + 60i എന്ന് പറഞ്ഞാണ് റിസൾട്ട് വരേണ്ടത്. 40 + 60i റിസൾട്ട് വരുന്നുണ്ട്. ആൻസർ കറക്റ്റാണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മനസ്സിലായോ? ഇതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് കോംപ്ലക്സ് നമ്പറായിട്ട് സേവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ കേസാണ് നോക്കുന്നത്. അപ്പോൾ ഈ എംപ്ലോയിയുടെ എന്താ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എംപ്ലോയിക്കകത്ത് നെയിമുണ്ട്,
HRA ഉണ്ട്, ബേസിക് സാലറി ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ടോട്ടൽ സാലറി കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്ന നോട്ടിനകത്തുള്ള ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ തരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം നോക്കാം. ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ സ്ട്രക്ചറിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാൻ വേണ്ടി. ഓക്കെ, എല്ലാ സ്ട്രക്ചറിൻ്റെ ക്വസ്റ്റ്യനും ഭയങ്കര സിമ്പിളാണ്. ആ സ്ട്രക്ചർ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാതി മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ വളരെ സിമ്പിളാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയി. അപ്പം ഞാൻ എന്ത് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? സ്ട്രക്ചർ എംപ്ലോയി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലായി. ശരി, സ്ട്രക്ചർ എംപ്ലോയി ക്രിയേറ്റ് ചെയ്തു. ഇനി അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് വേണമെന്നും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? നെയിം വേണം. ശരി, ക്യാരക്ടർ നെയിം. ഞാൻ നെയിമിന് വേണ്ടി 30 സ്പേസസ് അലോക്കേറ്റ് ചെയ്തു. അടുത്തത് ഏജ് വേണമെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ ഇൻറ്റ് ഏജ് കിട്ടും. അടുത്തത് ബേസിക് സാലറി. BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറിയാണ്. സോ അതെല്ലാം ഫ്ലോട്ടിൽ, സാലറി കാശ് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്ലോട്ടിൽ തന്നെ ഇടേണ്ടി വരും. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് 2 ഡെസിമൽ ഡിജിറ്റ് ഉള്ള വാല്യൂസ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത്, അടുത്തത് ഡിയർനെസ് അലവൻസ് എന്നാണ് അതിൻ്റെ പേര്. ഫ്ലോട്ട്. അടുത്തത് പറയുന്നത് HRA ഉണ്ട്. ദെൻ അവസാനത്തെ എന്ന് പറയുന്നത് സാലറി, അതായത് ടോട്ടൽ സാലറി ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഫ്ലോട്ട്, ടോട്ടൽ സാലറി. ഓക്കെ, ഇപ്പം ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് ഏജ് വേണമെന്ന് പറയുന്നുണ്ട്, നെയിം വേണമെന്ന് പറയുന്നുണ്ട്, ബേസിക് സാലറി, DA, ഡിയർനെസ് അലവൻസ്, HRA ആൻഡ് സാലറി. സാലറി മീൻസ് ടോട്ടൽ സാലറി. ഇനി ടോട്ടൽ സാലറി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? 1 + DA + HRA × BS ആണ്. ഇതാണ് 1 + DA + HRA × BS. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ സാലറി കണ്ടുപിടിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒരാളുടെ, ഒരു എംപ്ലോയിയുടെ ഒരു വാല്യൂസ് വാങ്ങിച്ചതിന് ശേഷം അയാളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ മെയിൻ ഫംഗ്ഷൻ ഞാൻ എഴുതി. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എംപ്ലോയിയുടെ വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഇനി ഞാൻ എന്ത് വാങ്ങിക്കണം? ആദ്യം പേര് വാങ്ങിക്കണം. എൻ്റർ ദി നെയിം മേടിച്ചു. സ്കാൻഎഫ് %s e.name വിളിക്കുമ്പോൾ അതായി. ഇനി അടുത്തത് ഏജ് വാങ്ങിക്കണം. എൻ്റർ ദി ഏജ് ഞാൻ വാങ്ങിക്കുകയാണ്. സ്കാൻഎഫ് ഏജ് എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ഞാൻ എന്ത് യൂസ് ചെയ്യണം? ആംപർസെൻഡ് യൂസ് ചെയ്യണം. ആംപർസെൻഡ് e.age. അടുത്തത് എന്താണ്? ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ എഴുതാം. എൻ്റർ ദി വാല്യൂസ് ഓഫ് BS, DA ആൻഡ് HRA. ഇത് 3 ഞാൻ ഒരുമിച്ച് എഴുതുന്നു. സോ സ്കാൻഎഫ് 3 ഫ്ലോട്ട് വാല്യൂസ് ആണ്. സോ എത്ര വാല്യൂസ് ആണുള്ളത്? 3 വാല്യൂസ്. സോ %f, 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 3%f. ആദ്യത്തെ വാല്യൂ എന്താണ്? E.BS, ബേസിക് സാലറി, ആംപർസെൻഡ് E.DA, ആംപർസെൻഡ് E.HRA. അങ്ങനെ 3 വാല്യൂസും ഞാൻ മേടിച്ചു. ഇനി ടോട്ടൽ സാലറി ഞാൻ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ സാലറി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സാലറി എന്ന് പറയുന്നത് total salary equal to 1 + HRA + DA × ബേസിക് സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 + HRA × DA, 1 + DA + HRA × BS എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? അവരുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ്. നെയിം എന്താണ് ഞാൻ വാങ്ങിച്ചത്? നെയിം എങ്ങനെ? നെയിം ഈക്വൽ ടു %s ഡിസ്പ്ലേ ചെയ്യാണ്. /n e.name.
അടുത്തത് എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? ഏജ് എങ്ങനെ? പെർസെൻറ്റേജ് ഡി സ്ലാഷ് എൻ ഇ ഡോട്ട് ഏജ്. ഇനി എനിക്ക് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? ഇനി എനിക്ക് ബേസിക് സാലറി പ്രിൻ്റ് ചെയ്യണം. ബേസിക് സാലറി എനിക്ക് ഫ്ലോട്ടാണ്. ഫ്ലോട്ടിനകത്ത് എനിക്ക് ഇ ഡോട്ട് ബി എസ്. അടുത്തത് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡി എ പ്രിൻ്റ് ചെയ്യണം. സോ ഇ ഡോട്ട് ഡി എ. അടുത്ത എന്ത് പ്രിൻ്റ് ചെയ്യണം? എച്ച് ആർ എ പ്രിൻ്റ് ചെയ്യുന്നു. സോ എച്ച് ആർ എ. ലാസ്റ്റ് എനിക്ക് എന്ത് പ്രിൻ്റ് ചെയ്യണം? ടോട്ടൽ സാലറി പ്രിൻ്റ് ചെയ്യണം. ടോട്ടൽ സാലറി എന്ന് പറയുന്ന ഇ ഡോട്ട് ടോട്ടൽ സാലറി ടി സാലറി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? പ്രിൻറ്റിങ് നടന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നോ? ഒരു എംപ്ലോയിയുടെ വാല്യൂ റീഡ് ചെയ്തതിന് ശേഷം അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അത് ഹാഷ് ഇൻക്ലൂഡ് എന്തും കൂടെ വേണം, stdio.h കൂടെ വേണം. ശരി, കഴിയും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, വല്ല എററും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബി എസ് എന്ന് പറയുന്നത് എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് ആർ എന്ന് പറഞ്ഞ വേരിയബിൾ ഒന്നുമില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇ ഡോട്ട് എച്ച് ആർ ആണ്. ഈക്കകത്താണ് എന്ത് കിടക്കുന്നത്? ഡിയും, അതായത് എംപ്ലോയിക്കകത്തല്ലേ എച്ച് ആർ എയും ഡി എ ഒക്കെ ഉള്ളത്. സോ ഇ ഡോട്ട് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, ശരി. എററൊക്കെ മാറി. റൺ ചെയ്യാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു നെയിം എന്താണെന്ന്. ഞാൻ നെയിം പറയുന്നു, സംഗീതം എന്ന് പറയുന്നു. ഏജ് 31. ഞാൻ എല്ലാം കൂടെ ബേസിക് സാലറി 10,000 എന്ന് കൊടുക്കുന്നു. പിന്നെ ഡി എ എന്ന് പറയുന്നത് 7.5 എന്ന് പറയുന്നു. എച്ച് ആർ എന്ന് പറയുന്നത് 12.5 എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം നോക്കിയേ, എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ സാലറി 21,000 എന്ന് പറഞ്ഞ് കിട്ടുന്നു. 21,000 ആണ്, 2 lakh എന്നാണ്. ഓക്കെ, എന്തായിരുന്നാലും അത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 20 + 1 എന്ന് പറയുന്നത് 21 ഇൻറ്റു 10,000 എന്ന് പറയുന്നത് 21,000. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ ആറേ. അതായത് ഇപ്പോൾ നമുക്കിവിടെ ഒരു എംപ്ലോയിയല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിന് പകരം ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഒരു 5 എംപ്ലോയിയുടെ ഡീറ്റെയിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അടുത്തൊരു ലെക്ചർ ക്ലാസ്സിനകത്ത് നോക്കാം. ഓക്കെ, താങ്ക്സ്.